നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നിലവിളികൾ ഉയരാൻ പാടില്ല. നമ്മുടെ ഭവനത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ ശബ്ദമാ ഉയരേണ്ടത്, ആനന്ദത്തിൻ്റെ ശബ്ദമാ ഉയരേണ്ടത്. അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ ആരും ഈ നോക്കി പറയാനിടയാവരുത്. ആ വീട്ടിലെന്നും വഴക്കാ, ആ വീട്ടിലെന്നും പ്രശ്നമാ, ആ വീട്ടുകാരെന്നും കരച്ചിലാ, കഷ്ടമുണ്ട് എന്ന് നമ്മുടെ വീടിനെ നോക്കി ആരും പറയാതിരിക്കട്ടെ. ആ വീട്ടിൽ എന്തോ ഒരു സന്തോഷമാ, എന്തോ ഒരു ഐക്യത്തിലാണ് അവർ പോകുന്നേ. ദൈവത്തെ വിളിക്കാത്തവരുണ്ടോ? അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരെ പെട്ടെന്ന് ഓർക്കും. ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ, ആരാധനയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ, വചനത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ, അവരെ നമ്മൾ അവസാനം പ്രാർത്ഥിച്ചാൽ പോരാ. അവർക്ക് വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കണം. ഇന്ന് ഏറ്റവും ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ മദ്യപാനികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, തെറ്റായ വഴിക്ക് ജീവിക്കുന്നവർ, അവരെ ആരെങ്കിലും ഉണ്ടാ, അവരെയൊക്കെ ചേർത്ത് നിർത്ത്. ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യം അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണ്ടേ. നമ്മുടെ വീട് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമാകട്ടെ. നമ്മുടെ വീട് എല്ലാ അർത്ഥത്തിലും സന്തോഷമാകട്ടെ. പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ചുണ്ടല്ലോ, ഒത്തിരി മനുഷ്യർ സ്വന്തമായിട്ട് വീടില്ല, വാടക വീട്ടില്ല. അവർക്ക് സ്വന്തമായൊരു നല്ല വീടുണ്ടാകട്ടെ. നല്ലൊരു വീടുണ്ടാകാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നല്ല ഭവനം, ആർഭാടമൊന്നും അല്ലെങ്കിലും കൊള്ളാവുന്ന താമസയോഗ്യമായ അനുഗ്രഹമുള്ള നല്ലൊരു ഭവനം, ദൈവ പദ്ധതിയുള്ളൊരു ഭവനം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് കേട്ട വചനവും മറക്കരുത്. വചനം ശ്രവിക്കുക, ദൈവം സിംഹാസനത്തിലിരിക്കും. പിന്നെയോ, 4 വശത്തും സ്വർഗീയ സൈന്യങ്ങൾ, ഇടത്തും വലത്തും സ്വർഗീയ സൈന്യങ്ങൾ നിന്നിരുന്നു. വചനം കേൾക്കുന്നവന് കിട്ടുന്ന സംരക്ഷണമായത്. ഇടത്തും വലത്തും സ്വർഗീയ സൈന്യങ്ങൾ നിൽക്കും. ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വചനം കേൾക്കുന്ന നിങ്ങളിലിരിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയിൽ പങ്കെടുത്ത, വചനം കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് ഒരു ദോഷവും വരത്തില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരില്ല. കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം നിന്റെ മേലുണ്ട്. സഞ്ചരിക്കുന്ന വഴികളിൽ, എടുക്കുന്ന തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ കരമുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ ചലനം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാകട്ടെ. വരാതെ കാത്തുകൊള്ളണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.